എല്ലാവർക്കും നമസ്കാരം. ഇന്ന് നമ്മൾ പഠിക്കുക ഇസഡ് ട്രാൻസ്ഫോർമേഷനാണ്. രണ്ട് വേരിയബിൾസ് തമ്മിലുള്ള കോറിലേഷൻ കോഎഫിഷ്യന്റിന്റെ ഇക്വാളിറ്റി പഠിക്കുന്നതുമായിട്ട് ബന്ധപ്പെട്ട് നമ്മൾ ഇസഡ് ട്രാൻസ്ഫോർമേഷൻ എന്ന തിയറി മനസ്സിലാക്കേണ്ടതുണ്ട്. പ്രധാനമായും തുടർന്ന് നമ്മൾ പഠിക്കുന്ന ഇസഡ് ടെസ്റ്റിന്റെ 7th ആപ്ലിക്കേഷനും 8th ആപ്ലിക്കേഷനുമായിട്ട് ബന്ധപ്പെട്ടു വരുന്നതാണ് ഇസഡ് ട്രാൻസ്ഫോർമേഷൻ. അപ്പോൾ ഇവിടെ രണ്ട് വേരിയബിൾസ് തമ്മിലുള്ള കോറിലേഷൻ കോഎഫിഷ്യന്റിന്റെ സിഗ്നിഫിക്കൻസ് ആണ് നമ്മൾ ടെസ്റ്റ് ചെയ്യുക. അപ്പോൾ ആ രണ്ട് വേരിയബിൾസ് തമ്മിൽ കോറിലേറ്റഡ് ആണോ അല്ലയോ എന്നുള്ളതാണ് നമ്മൾ ടെസ്റ്റ് ചെയ്യുക. അപ്പോൾ അതിൻ്റെ ഭാഗമായിട്ട് അവിടെ സാമ്പിളിൻ്റെ കോറിലേഷൻ കോഎഫിഷ്യൻ്റ് ഉണ്ടായിരിക്കും, അതാണ് സ്മോൾ ലെറ്റർ ആർ. പോപ്പുലേഷൻ്റെ കോറിലേഷൻ കോഎഫിഷ്യൻ്റ് ഉണ്ടായിരിക്കും, അതാണ് സ്മോൾ ലെറ്റർ പി. അപ്പോൾ ഈ ആറും പിയും ഇസഡ് സ്ലാഷായും മ്യൂ ആയും ട്രാൻസ്ഫോം ചെയ്യുന്നു ഇസഡ് ടെസ്റ്റ് നടത്തുന്നതിന് വേണ്ടിയിട്ട്. അതായത് സ്മോൾ ലെറ്റർ ആറ് ഇസഡ് സ്ലാഷ് ആയിട്ട് മാറുന്നു, പി പോപ്പുലേഷൻ്റെ കോറിലേഷൻ കോഎഫിഷ്യൻ്റ് മ്യൂ ആയിട്ടും മാറുന്നു. അപ്പോൾ ഇവിടെ ഇസഡ് ടെസ്റ്റ് സാധാരണ കേസിൽ ലാർജ് സാമ്പിൾസ് ആണെങ്കിലാണ് നടത്തുക. പക്ഷേ ഈ സാഹചര്യത്തിൽ നമ്മളെ സംബന്ധിച്ച് ഇസഡ് ടെസ്റ്റ് ലാർജ് സാമ്പിൾസ് ആയാലും സ്മോൾ സാമ്പിൾസ് ആയാലും ഇസഡ് ടെസ്റ്റാണ് യൂസ് ചെയ്യുക. അപ്പോൾ ചുരുക്കത്തിൽ സാമ്പിളിൻ്റെ കോറിലേഷൻ കോഎഫിഷ്യൻറ്റും പോപ്പുലേഷൻ്റെ കോറിലേഷൻ കോഎഫിഷ്യൻറ്റും ഇസഡ് സ്ലാഷായും മ്യൂവായും നമ്മൾ ട്രാൻസ്ഫോം ചെയ്യുന്നു. അതുകൊണ്ടാണ് ഇതിനെ ഇസഡ് ട്രാൻസ്ഫോർമേഷൻ എന്ന് പറയുക. അപ്പോൾ ഇതിൻ്റെ അടിസ്ഥാനം എന്ന് പറയുക, നമ്മളുടെ വേരിയബിൾസ് തമ്മിൽ കോറിലേറ്റഡ് ആയിരിക്കാം എന്നുള്ള ഒരു വാദത്തിൻ്റെ അടിസ്ഥാനത്തിലാണ് ഇങ്ങനെയൊരു ട്രാൻസ്ഫോർമേഷൻ നടക്കുക. ഇതാണ് ഇസഡ് ട്രാൻസ്ഫോർമേഷൻ എന്ന് പറയുക. ഇതിലൊരു കാര്യവും കൂടെ ശ്രദ്ധിക്കേണ്ടത്, നമ്മൾ ഫോളോ ചെയ്യുന്ന ടെക്സ്റ്റിൽ ആർ എന്ന് പറയുന്നത് ഇസഡ് സ്ലാഷായിട്ട് ചേഞ്ച് ചെയ്യുന്നു, പി എന്ന് പറയുന്നത് മ്യൂ എന്നായിട്ടാണ് ചേഞ്ച് ചെയ്യുക. ആ മ്യൂവിന് പകരം നമ്മൾ ഇക്വേഷനിലേക്ക് വരുമ്പോൾ പി മ്യൂ എന്നതിന് പകരം ഇസഡ് ഡബിൾ സ്ലാഷ് എന്ന് ആണ് മാറ്റുക. അത് നമ്മൾ പ്രോബ്ലത്തിലേക്ക് വരുമ്പോൾ കൂടുതൽ വ്യക്തമായി മനസ്സിലാകുന്നതുമാണ്. അടുത്തതായി നമ്മൾ കാണുക യൂട്ടിലിറ്റി ഓഫ് ഇസഡ് ട്രാൻസ്ഫോർമേഷൻ എന്നതാണ്. ഇസഡ് ട്രാൻസ്ഫോർമേഷൻ ഏതൊക്കെ ആവശ്യങ്ങൾക്കായിട്ടാണ് നമ്മൾ ഉപയോഗിക്കുക എന്നുള്ളതാണ്. ഫസ്റ്റ് വൺ, ടു ടെസ്റ്റ് ദ സിഗ്നിഫിക്കൻസ് ഓഫ് പോപ്പുലേഷൻ കോറിലേഷൻ കോഎഫിഷ്യന്റ് ഇഫ് ഇറ്റ് ഹാസ് എ സ്പെസിഫൈഡ് വാല്യൂ. അപ്പോൾ പോപ്പുലേഷൻ കോറിലേഷൻ കോഎഫിഷ്യൻറ്റിൻ്റെ സ്പെസിഫൈഡ് വാല്യൂ നമുക്ക് തന്നിട്ടുണ്ട് എങ്കിൽ അപ്പോൾ അവിടെ സാമ്പിളിൻ്റെ കോറിലേഷൻ കോഎഫിഷ്യൻ്റ് കൂടി ഉണ്ടാവും. അപ്പോൾ അത് രണ്ടും, പോപ്പുലേഷൻ്റെ കോറിലേഷൻ കോഎഫിഷ്യൻറ്റും സാമ്പിളിൻ്റെ കോറിലേഷൻ കോഎഫിഷ്യൻറ്റും നമുക്ക് ലഭ്യമെങ്കിൽ അത് ആ രണ്ട് വേരിയബിൾസ് തമ്മിൽ കോറിലേറ്റഡ് ആണോ എന്നുള്ളതാണ് ടെസ്റ്റ് ചെയ്യുക. സെക്കൻഡ് വൺ, to test the significance of difference between two correlation coefficients of populations using sample correlation coefficients. ഇവിടെ രണ്ട് സാമ്പിൾസിൻ്റെ കോറിലേഷൻ കോഎഫിഷ്യൻ്റ് നമുക്ക് തന്നിരിക്കും. ആ രണ്ട് സാമ്പിൾ ഗ്രൂപ്പുകളുടെ കോറിലേഷൻ കോഎഫിഷ്യൻ്റ് തമ്മിൽ, അല്ലെങ്കിൽ രണ്ട് സാമ്പിൾ ഗ്രൂപ്പുകളുടെ കോറിലേഷൻ കോഎഫിഷ്യൻ്റ് സിഗ്നിഫിക്കൻ്റ് ആണോ
എന്നതാണ്. അഥവാ അവ തമ്മിലുള്ള ഡിഫറൻസ് സിഗ്നിഫിക്കൻ്റ് ആണോ അതോ ഡിഫറൻസ് ഇല്ലയോ എന്നുള്ളത് ടെസ്റ്റ് ചെയ്യുക എന്നുള്ളതാണ് രണ്ടാമത്തെ പോയിന്റ് കൊണ്ട് അർത്ഥമാക്കുക. ഇത് രണ്ടും നമ്മൾ തുടർന്ന് പ്രോബ്ലത്തിൽ കാണുന്നതാണ്. ഇനി മറ്റൊരു പോയിന്റും കൂടി, ഇവിടെ ടി ടെസ്റ്റ് നമ്മൾ ഉപയോഗിക്കുക. ഇപ്പോൾ നമ്മൾ പറഞ്ഞ രണ്ട് സിറ്റുവേഷൻസിലും ഇസഡ് ടെസ്റ്റാണ് നമ്മൾ ഉപയോഗിക്കുക. അത് നമ്മൾ പ്രോബ്ലത്തിൽ കാണും. അതുപോലെ തന്നെ ഈ സാഹചര്യത്തിൽ നമുക്ക് ടി ടെസ്റ്റ് ഉപയോഗിക്കാൻ പറ്റുന്ന ഒരു സാഹചര്യമുണ്ട്. അതായത് ഇഫ് വി ഹൈപ്പോത്തിസൈസ് ദാറ്റ് ദ പോപ്പുലേഷൻ കോറിലേഷൻ കോഎഫിഷ്യന്റ് ഈസ് 0 അണ്ടർ ദി നൾ ഹൈപ്പോത്തിസിസ്. പോപ്പുലേഷൻ കോറിലേഷൻ കോഎഫിഷ്യന്റ് 0 ആകുന്ന സാഹചര്യത്തിൽ അങ്ങനെ നൾ ഹൈപ്പോത്തിസിസ് സെറ്റ് ചെയ്യുമ്പോൾ നമ്മളെ സംബന്ധിച്ച് അത് സാമ്പിളിൻ്റെ കോറിലേഷൻ കോഎഫിഷ്യൻ്റ് മാത്രമായിരിക്കും നമുക്ക് തന്നിരിക്കുക. പോപ്പുലേഷൻ്റെ കോറിലേഷൻ കോഎഫിഷ്യൻ്റ് 0 ആയിരിക്കും. അങ്ങനെ വരുന്ന സാഹചര്യത്തിൽ അതിൻ്റെ സിഗ്നിഫിക്കൻസ് ടെസ്റ്റ് ചെയ്യാനായിട്ട് ടി ടെസ്റ്റാണ് ഉപയോഗിക്കുക. അടുത്തതായി നമ്മൾ പഠിക്കുക ഇസഡ് ടെസ്റ്റിൻ്റെ 7th ആപ്ലിക്കേഷനാണ്. ഇത് ഇസഡ് ട്രാൻസ്ഫോർമേഷനുമായിട്ട് ബന്ധപ്പെട്ടാണ് മനസ്സിലാക്കേണ്ടത്. ടെസ്റ്റിംഗ് സിഗ്നിഫിക്കൻസ് ഓഫ് ഡിഫറൻസ് ബിറ്റ്വീൻ സാമ്പിൾ കോറിലേഷൻ കോഎഫിഷ്യൻറ്റ് ദാറ്റ് ഈസ് ആർ ആൻഡ് പോപ്പുലേഷൻ കോറിലേഷൻ കോഎഫിഷ്യൻറ്റ് ദാറ്റ് ഈസ് പി. അതായത് നമ്മളുടെ ക്വസ്റ്റ്യനിൽ സാമ്പിളിൻ്റെ കോറിലേഷൻ കോഎഫിഷ്യൻറ്റും തന്നിട്ടുണ്ടാവും, പോപ്പുലേഷൻ്റെ കോറിലേഷൻ കോഎഫിഷ്യൻറ്റും തന്നിട്ടുണ്ടാവും. ഇവ തമ്മിൽ ഡിഫറൻസ് ഉണ്ടോ, ഇതിൻ്റെ ഡിഫറൻസ് സിഗ്നിഫിക്കൻ്റ് ആണോ എന്നുള്ളതാണ് നമ്മൾ ടെസ്റ്റ് ചെയ്യുക. അപ്പോൾ നമ്മളുടെ നൾ ഹൈപ്പോത്തിസിസ് എന്തായിരിക്കാം? ദെയർ ഈസ് നോ സിഗ്നിഫിക്കൻറ്റ് ഡിഫറൻസ് ബിറ്റ്വീൻ സാമ്പിൾ കോറിലേഷൻ കോഎഫിഷ്യൻറ്റ് ആൻഡ് പോപ്പുലേഷൻ കോറിലേഷൻ കോഎഫിഷ്യൻറ്റ്. അതിനെ മറ്റൊരർത്ഥത്തിൽ ദ പോപ്പുലേഷൻ കോറിലേഷൻ കോഎഫിഷ്യൻറ്റ് ഈസ് എ സ്പെസിഫൈഡ് വാല്യൂ, സേ P0, P ഈസ് ഈക്വൽ ടു P0. അപ്പോൾ അവിടെ ഒരു വാല്യൂ നമുക്കുണ്ടായിരിക്കും. ആ വാല്യൂ ഏതാണെന്ന് അവിടെ ഹൈപ്പോത്തിസിസിൽ സ്റ്റേറ്റ് ചെയ്യുക ക്വസ്റ്റ്യനിൽ നൽകിയിരിക്കുന്നതനുസരിച്ച്. ഇനി ഇതിൻ്റെ ഇക്വേഷൻ എന്ന് പറയുക ഇസഡ് ഈസ് ഈക്വൽ ടു ഇസഡ് സ്ലാഷ് മൈനസ് ഇസഡ് ഡബിൾ സ്ലാഷ് ഡിവൈഡഡ് ബൈ സ്ക്വയർ റൂട്ട് ഓഫ് 1 ഡിവൈഡഡ് ബൈ n മൈനസ് 3 എന്നുള്ളതാണ്. ഇസഡ് സ്ലാഷ് നമ്മളിവിടെ കണ്ടെത്തണം, ഇസഡ് ഡബിൾ സ്ലാഷും നമ്മളിവിടെ കണ്ടെത്തേണ്ടതാണ്. അത് ട്രാൻസ്ഫോർമേഷൻ്റെ ഭാഗവുമായിട്ട് വരുന്നതാണ്. അപ്പോൾ ഇസഡ് സ്ലാഷ് എന്ന് പറയുന്നത് മ്യൂവിന് തുല്യമാണ്. അഥവാ ഇസഡ് സ്ലാഷും നമ്മൾ മുൻപ് ഇസഡ് ട്രാൻസ്ഫോർമേഷൻ്റെ തിയറിയിൽ പറഞ്ഞ മ്യൂവും ഒന്നാണ്. ഇസഡ് ഡബിൾ സ്ലാഷും മ്യൂവും ഒന്നാണ്. ഇനി ഇവിടെ ഇസഡ് സ്ലാഷ് എന്ന് പറയുക ഇപ്രകാരമാണ് അത് നമ്മൾ കണ്ടെത്തേണ്ടത്. അതായത് നമ്മളുടെ കോറിലേഷൻ കോഎഫിഷ്യൻ്റ് സാമ്പിളിൻ്റെ കോറിലേഷൻ കോഎഫിഷ്യൻ്റ് ട്രാൻസ്ഫോം ചെയ്യുന്നതുമായിട്ട് ബന്ധപ്പെട്ടാണ് അതിപ്രകാരമാണ് ഇസഡ് സ്ലാഷ് ഈസ് ഈക്വൽ ടു ഹാഫ് ലോഗ് ഇ ഇൻറ്റു 1 പ്ലസ് ആർ ഡിവൈഡഡ് ബൈ 1 മൈനസ് ആർ. അടുത്തത് പോപ്പുലേഷൻ്റെ കോറിലേഷൻ കോഎഫിഷ്യൻ്റ് ട്രാൻസ്ഫോം ചെയ്യുന്നതിനാണ് ഇസഡ് ഡബിൾ സ്ലാഷ് അഥവാ മ്യൂ ഈസ് ഈക്വൽ ടു ഹാഫ് ഇൻറ്റു ലോഗ് ഇ ഇൻറ്റു 1 പ്ലസ് പി ഡിവൈഡഡ് ബൈ 1 മൈനസ് പി എന്നുള്ളതാണ്. ഇനി തുടർന്ന് നമ്മളുടെ ഡിഗ്രി ഓഫ് ഫ്രീഡം ഇവിടെ ഇസഡ് ടെസ്റ്റാണ്, ഇൻഫിനിറ്റി ആണ്. n എന്ന് പറയുന്നത് നമ്മളുടെ ഇക്വേഷനിലെ n എന്ന് പറയുന്നത്
സാമ്പിൾ സൈസുമാണ്. ഇനി ഇവിടെ പ്രധാനപ്പെട്ട ഒരു കാര്യം, ഇവിടെ പലപ്പോഴും ക്വസ്റ്റ്യനിൽ സ്മോൾ സാമ്പിൾസ് ആയിരിക്കും. ആ സ്മോൾ സാമ്പിൾസ് ആണെങ്കിൽ നമ്മൾ ടി ടെസ്റ്റ് ആണ് ഉപയോഗിക്കേണ്ടത്. പക്ഷേ ഇവിടെ ഈ കോറിലേഷൻ കോഎഫിഷ്യൻറ്റുമായിട്ട് ബന്ധപ്പെട്ട ക്വസ്റ്റ്യൻസിൽ അത് സ്മോൾ സാമ്പിൾസ് ആണെങ്കിലും എന്ത് തന്നെയാണ് ഉപയോഗിക്കുക? ഇസഡ് ടെസ്റ്റ് തന്നെയാണ് ഉപയോഗിക്കുക എന്നുള്ളതും പ്രത്യേകം മനസ്സിലാക്കേണ്ടതാണ്. സ്മോൾ സാമ്പിൾസ് ആണ്, പക്ഷേ ഈ സിറ്റുവേഷനിൽ, അതായത് സാമ്പിളിൻ്റെ കോറിലേഷൻ കോഎഫിഷ്യൻറ്റും പോപ്പുലേഷൻ്റെ കോറിലേഷൻ കോഎഫിഷ്യൻറ്റും തമ്മിലുള്ള ഡിഫറൻസ് സിഗ്നിഫിക്കൻ്റ് ആണോ എന്ന് ടെസ്റ്റ് ചെയ്യുന്നതിൽ സ്മോൾ സാമ്പിൾസ് ആണെങ്കിലും അവിടെ എന്താണ് ഉപയോഗിക്കുക? ഇസഡ് ടെസ്റ്റാണ് ഉപയോഗിക്കുക എന്നുള്ള കാര്യവും പ്രത്യേകം ഓർക്കുക. ഇവിടെ നമുക്ക് ക്വസ്റ്റ്യനിൽ തന്നിരിക്കുക 20 സാമ്പിൾസ് ആണ്. എക്സ് വൈ എന്ന് പറയുന്ന രണ്ട് വേരിയബിൾസിൻ്റെ കോഎഫിഷ്യൻ്റ് ഓഫ് കോറിലേഷൻ 0.62 ആണ്. പോപ്പുലേഷൻ്റെ കോറിലേഷൻ കോഎഫിഷ്യൻ്റ് 0.75 ആണ്. അങ്ങനെയാണ് എങ്കിൽ 0.75 ഉള്ള പോപ്പുലേഷൻ കോഎഫിഷ്യൻ്റ് ഓഫ് കോറിലേഷനിൽ നിന്ന് എടുത്തിരിക്കുന്ന സാമ്പിൾസ് ആണോ ഇത് എന്നുള്ള ടെസ്റ്റ് ചെയ്യുക. അതല്ല എങ്കിൽ തന്നിരിക്കുന്ന പോപ്പുലേഷൻ കോറിലേഷൻ കോഎഫിഷ്യൻറ്റും സാമ്പിൾ കോറിലേഷൻ കോഎഫിഷ്യൻറ്റും തമ്മിലുള്ള ഡിഫറൻസ് സിഗ്നിഫിക്കൻ്റ് ആണോ എന്ന് ടെസ്റ്റ് ചെയ്യുക. ആയതിനാൽ നമ്മളുടെ ക്വസ്റ്റ്യനിൽ നമുക്ക് തന്നിരിക്കുന്നത് n എന്ന് പറയുന്നത് 20 ആണ്. 6 സാമ്പിളിൻ്റെ കോഎഫിഷ്യൻ്റ് ഓഫ് കോറിലേഷൻ എന്ന് പറയുന്നത് r = 0.62 ആണ്. പോപ്പുലേഷൻ്റെ കോറിലേഷൻ കോഎഫിഷ്യൻ്റ് എന്ന് പറയുന്നത് p എന്ന് പറയുന്നത് 0.75 ആണ്. അങ്ങനെയാണ് എങ്കിൽ ഇനി നമ്മളെ സംബന്ധിച്ച് ഇതിൻ്റെ നൾ ഹൈപ്പോത്തീസിസ് സെറ്റ് ചെയ്യുക എന്നുള്ളതാണ്. നൾ ഹൈപ്പോത്തീസിസ് എന്തായിരിക്കും? ദർ ഇസ് നോ സിഗ്നിഫിക്കൻറ്റ് ഡിഫറൻസ് ബിറ്റ്വീൻ ദ സാമ്പിൾ ആൻഡ് പോപ്പുലേഷൻ കോറിലേഷൻ കോഎഫിഷ്യൻ്റ്. അപ്പോൾ അതിൻ്റെ നൾ ഹൈപ്പോത്തീസിസ് നമുക്കിങ്ങനെ എഴുതാം: H0 P = പോപ്പുലേഷൻ കോറിലേഷൻ കോഎഫിഷ്യൻ്റ് P = P0 എന്ന അർത്ഥത്തിൽ 0.75 എന്നുള്ളത്. ഇനി അതിൻ്റെ ഓൾട്ടർനേറ്റീവ് ഹൈപ്പോത്തീസിസ് അപ്പോൾ എന്തായിരിക്കാം? H1 P is not equal to 0.75. അപ്പോൾ ഇതുകൊണ്ട് എന്താണ്? 2-tailed ടെസ്റ്റുമാണ് എന്നുള്ള കാര്യം മനസ്സിലാക്കുക. ഇനി നമ്മളെ സംബന്ധിച്ച് ഇവിടെ നമ്മൾ മനസ്സിലാക്കേണ്ടത് ഈ സാമ്പിളിൻ്റെ കോറിലേഷൻ കോഎഫിഷ്യൻ്റ് നമ്മൾ ട്രാൻസ്ഫോം ചെയ്യണം. അപ്പോൾ അത് ട്രാൻസ്ഫോം ചെയ്യുന്നതാണ് Z/ എന്ന് പറയുക. അത് നമ്മൾ എങ്ങനെയാണ് കാൽക്കുലേറ്റ് ചെയ്യുക? അത് നമ്മൾ ഇപ്രകാരമാണ് കാൽക്കുലേറ്റ് ചെയ്യുക: Z/ is equal to half log E into 1 plus R divided by 1 minus R എന്നാണ്. അത് തുടർന്ന് നമ്മൾ ചെയ്യുമ്പോൾ is equal to half log E into 1 plus R എന്ന് പറയുന്നത് സാമ്പിൾ കോറിലേഷൻ കോഎഫിഷ്യൻ്റ് 0.62 ആണ്, ഡിവൈഡഡ് ബൈ 1 മൈനസ് ആർ. 1 മൈനസ് ആർ എന്ന് പറയുന്നത് 1 മൈനസ് 0.62 അപ്പോൾ അത് നമ്മൾ സോൾവ് ചെയ്യുമ്പോൾ നമുക്ക് തുടർന്ന് കിട്ടുക ഹാഫ് ലോഗ് ഇ ഇൻറ്റു 4.2632 എന്നാണ്. അപ്പോൾ വീണ്ടും നമ്മളിനി ചെയ്യേണ്ടത് ഹാഫ് ലോഗ് ഇ 4.2632 എന്നാണ്. അപ്പോൾ നമ്മൾ ചെയ്യേണ്ടത് ഹാഫ് ലോഗ് ഇ 4.2632ൻ്റെ ലോഗരിതം കാണണം. ലോഗരിതം ടേബിൾ ഉപയോഗിച്ച് ലോഗരിതം കാണുന്ന കാര്യം ഓർക്കുന്നുണ്ടല്ലോ.
എങ്കിലും ഒന്നുകൂടി സൂചിപ്പിക്കുകയാണ്. അപ്പോൾ നമ്മൾ ചെയ്യേണ്ടത് ഇപ്രകാരമാണ്. ഹാഫ് നമ്മളവിടെ എഴുതി. ദെൻ അതിനുശേഷം 4.2632 ലോഗരിതമാണ് കാണേണ്ടത്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് അതിൻ്റെ 4.2632 ആണ്. അതുകൊണ്ട് 4 എന്ന് പറയുന്ന ഒരു സംഖ്യ മാത്രമേ ഉള്ളൂ. അതുകൊണ്ട് അതിൻ്റെ പൂർണ്ണാംശം 0 ആണ്. അപ്പോൾ അതുകൊണ്ട് നമ്മൾ 0 പോയിന്റ് എന്ന് എഴുതുക. ഇനി നമ്മൾ ലോഗരിതം ടേബിൾ എടുത്തിട്ട് 42 എന്ന് പറയുന്ന റോ എടുക്കുക. ലോഗരിതം ടേബിൾ എടുത്തിട്ട് 42 എന്ന റോ എടുക്കുക. അതിൻ്റെ 6ാമത്തെ കോളം എടുക്കുക. അപ്പോൾ നമുക്ക് 6294 എന്ന് കിട്ടും. അതിൻ്റെ കൂടെ അതിൻ്റെ മീൻ ഡിഫറൻസിൻ്റെ 3ാമത്തെ കോളം എടുക്കുക. അതിൻ്റെ 3 ലഭിക്കുക. അപ്പോൾ 6294ൻ്റെ കൂടെ 3യും കൂടെ കൂട്ടുമ്പോൾ 6297 6297 ഇത് ലോഗരിതം ആണ്. 4.2632 ലോഗരിതമാണ് 0.6297 ഡിവൈഡഡ് ബൈ ലോഗ് ഇ എന്ന് പറയുന്നത് ഒരു പ്രത്യേക വാല്യൂ നമുക്ക് അസൈൻ ചെയ്ത് തന്നിരിക്കുന്നതാണ്. അത് ഇപ്രകാരമാണ് 0.4343 എന്നതാണ്. അത് നമുക്ക് നൽകിയിരിക്കുന്നതാണ്. അതിനിപ്രകാരം പറയും ലോഗ് ഇ എ ഈസ് ഈക്വൽ ടു ലോഗ് എ ഡിവൈഡഡ് ബൈ 0.4343 എന്നാണത് അടിസ്ഥാനപരമായിട്ട് സൂചിപ്പിക്കുക. നമ്മൾ ഈ കാര്യം മാത്രം ഓർത്താൽ മതി. 0.4343 കൊണ്ട് ഡിവൈഡ് ചെയ്യുക എന്നുള്ളത്. അപ്പോൾ ഇതിൻ്റെ ഫൈനൽ ആൻസർ എന്ന് പറയുന്നത് ഇസഡ് സ്ലാഷിൻ്റെ അപ്പോൾ 0.6297 0.4343 കൊണ്ട് ഡിവൈഡ് ചെയ്യുക ഇൻറ്റു 1/2. അപ്പോൾ നമുക്ക് ഫൈനൽ റിസൾട്ട് കിട്ടുക 0.7245 ആണ്. ഇതാണ് സാമ്പിൾ കോറിലേഷൻ കോഎഫിഷ്യൻറ്റിനെ ട്രാൻസ്ഫോം ചെയ്യുന്നത്, അതായത് ഇസഡ് സ്ലാഷ്. അടുത്തതായി നമുക്ക് പോപ്പുലേഷൻ കോറിലേഷൻ കോഎഫിഷ്യൻ്റ്, അതായത് പി ആണ് ട്രാൻസ്ഫോം ചെയ്യേണ്ടത്. അതിന് വേണ്ടിയിട്ട് നമ്മൾ ഉപയോഗിക്കുന്നതാണ് ഇസഡ് ഡബിൾ സ്ലാഷ് ഈസ് ഈക്വൽ ടു ഇസഡ് ഡബിൾ സ്ലാഷ് എന്ന് പറയുന്നത് മ്യൂ എന്നതും ഒന്നാണ്. അപ്പോൾ ഇസഡ് ഡബിൾ സ്ലാഷ് എന്ന് പറയുക ഹാഫ് ലോഗ് ഇ ഇൻറ്റു 1 + പി ഡിവൈഡഡ് ബൈ 1 - പി എന്നുള്ളതാണ്. അപ്പോൾ തുടർന്ന് നമ്മൾ എന്ത് ചെയ്യുക, ഹാഫ് ലോഗ് ഇ ഇൻറ്റു 1 + പി എന്ന് പറയുന്നത് നമുക്കറിയാം 0.75 ഡിവൈഡഡ് ബൈ 1 - 0.75. അപ്പോൾ നമ്മളെ സംബന്ധിച്ച് അടുത്ത് തുടർന്ന് ലഭിക്കുക ഹാഫ് ലോഗ് ഇ ഇൻറ്റു 7 എന്നുള്ളതാണ്. തുടർന്ന് 7ൻ്റെ ലോഗരിതം നമ്മൾ കണ്ടുപിടിക്കണം. അപ്പോൾ ഹാഫ് ഇൻറ്റു 7ൻ്റെ ലോഗരിതം കാണാനായിട്ട് ലോഗരിതം ടേബിൾ എടുക്കുക. 7 എന്ന് പറയുന്ന ഒരു സംഖ്യയുള്ള അതിൻ്റെ പൂർണ്ണാംശം 0 ആണ്. എന്നിട്ട് നമ്മൾ എന്ത് ചെയ്യുക, ലോഗരിതം ടേബിളിൽ 10 മുതലാണ് തുടങ്ങുക. അതുകൊണ്ട് 7ൻ്റെ കാണാനായിട്ട് 70 എന്ന് പറയുന്ന 70ൻ്റെ റോ എടുക്കുക. അതിൻ്റെ 0 കോളത്തിൽ ഉള്ള വാല്യൂ നോക്കുക. അപ്പോൾ നമുക്ക് ലഭിക്കുന്നത് 0.0 വരുന്നത് 7 ഒരു സംഖ്യ മാത്രമുള്ളതുകൊണ്ട് പൂർണ്ണാംശം വരുന്നു. ഇനി 7ൻ്റെ ലോഗരിതം കാണാനായിട്ട് 70ൻ്റെ റോ എടുത്ത് അതിൻ്റെ 0 നോക്കുമ്പോൾ നമുക്ക് കിട്ടുന്ന വാല്യൂ എന്ന് പറയുന്നത് 8451 ആണ്. ഡിവൈഡഡ് ബൈ 0.4343 അത് ലോഗ് ഇയുമായിട്ട് ബന്ധപ്പെട്ടത്. അപ്പോൾ അതിൻ്റെ ഫൈനൽ റിസൾട്ട് നമുക്ക് കിട്ടുക 0.97
0.29 ആണ്. അപ്പോൾ ഇവിടെ നമ്മൾ ചെയ്തത് പോപ്പുലേഷൻ്റെ കോറിലേഷൻ കോഎഫിഷ്യൻറ്റ് നമ്മൾ ട്രാൻസ്ഫോർമേഷൻ നടത്തി എന്നുള്ളതാണ്. ഇനി നമ്മളുടെ ഇക്വേഷനിലേക്ക് അപ്ലൈ ചെയ്യുക. അപ്പോൾ ഇക്വേഷൻ എന്ന് പറയുന്നത് എന്താണ്? ഇസഡ് ഈസ് ഈക്വൽ ടു ഇസഡ് സ്ലാഷ് മൈനസ് ഇസഡ് ഡബിൾ സ്ലാഷ് ഡിവൈഡഡ് ബൈ സ്ക്വയർ റൂട്ട് ഓഫ് 1 ഡിവൈഡഡ് ബൈ n മൈനസ് 3. അപ്പോൾ ആയതിനാൽ ഇസഡ് സ്ലാഷ് എന്ന് പറയുന്നത് നമ്മൾ കണ്ടുപിടിച്ചു 0.7245 മൈനസ് ഇസഡ് ഡബിൾ സ്ലാഷ് എന്ന് പറയുന്നത് 0.9729 ഡിവൈഡഡ് ബൈ 1 ഡിവൈഡഡ് ബൈ n മൈനസ് 3. n എന്ന് പറയുന്നത് 20 ആണ്. അപ്പോൾ അതിൽ നിന്ന് 3 കുറയ്ക്കുമ്പോൾ 17 കിട്ടും. അപ്പോൾ അതിൻ്റെ ഫൈനൽ റിസൾട്ട് എന്ന് പറയുന്നത്, ഫൈനൽ റിസൾട്ടിലേക്ക് വരുമ്പോൾ അതിൻ്റെ ഡിഫറൻസ് എന്ന് പറയുക മൈനസ് 0.2479 വരും. താഴത്തെ ഇത് നമ്മൾ സോൾവ് ചെയ്യുമ്പോൾ 1 ഡിവൈഡ് ബൈ സ്ക്വയർ റൂട്ട് ഓഫ് 17 എന്ന് പറയുന്നത് 0.2425 വരും. അപ്പോൾ അതിൻ്റെ ഫൈനൽ റിസൾട്ട് എന്ന് പറയുക, ഫൈനൽ റിസൾട്ട് മൈനസ് 1.02 ആണ്. 1.02 ആണ്. ഇനി തുടർന്ന് നമ്മൾ എന്ത് ചെയ്യുക? അപ്പോൾ അതിൻ്റെ കാൽക്കുലേറ്റഡ് വാല്യൂ എന്ന് പറയുന്നത് 1.02 ആണ് എന്നുള്ളത് നമുക്ക് കിട്ടി. കാൽക്കുലേറ്റഡ് വാല്യൂ ആണ്. ഇനി നമ്മൾ എന്ത് ചെയ്യുക? ഇത് 2 ടൈൽഡ് ടെസ്റ്റ് ആണ്, ഇസഡ് ടെസ്റ്റ് ആണ്. അതുകൊണ്ട് അതിൻ്റെ ഡിഗ്രി ഓഫ് ഫ്രീഡം എന്ന് പറയുന്നത് ഇൻഫിനിറ്റി ആണ്. പ്രത്യേകിച്ച് ലെവൽ ഓഫ് സിഗ്നിഫിക്കൻസ് പറയാത്തതിനാൽ ലെവൽ ഓഫ് സിഗ്നിഫിക്കൻസ് എന്ന് പറയുന്നത് 5% ആണ്. അപ്പോൾ 5% ലെവൽ ഓഫ് സിഗ്നിഫിക്കൻസിൽ ഇൻഫിനിറ്റി ഡിഗ്രി ഓഫ് ഫ്രീഡത്തിൽ 2 ടൈൽഡ് ടെസ്റ്റിൽ ടേബിൾ വാല്യൂ എന്ന് പറയുന്നത് 1.96 ആണ്. കാൽക്കുലേറ്റഡ് വാല്യൂ 1.02 ആണ്. ഹെൻസ് കാൽക്കുലേറ്റഡ് വാല്യൂ ഈസ് ലെസ് ദാൻ table value. We accept the null hypothesis, that is population coefficient of correlation can be taken as 0.75. population correlation coefficient എന്ന് പറയുന്നത് 0.75 ആണ്. അല്ലെങ്കിൽ മറ്റൊരർത്ഥത്തിൽ നമ്മുടെ ക്വസ്റ്റ്യൻ ചോദിച്ചിരിക്കുന്നത് can this sample be drawn from a population with coefficient of correlation 0.75. അപ്പോൾ നമുക്ക് പറയാം the given sample could have been drawn from the population. അപ്പോൾ ഈ പോപ്പുലേഷനിൽ നിന്ന് തന്നെയാണ് നമ്മൾ ആ സാമ്പിൾ ഡ്രോൺ ചെയ്തിരിക്കുന്നത് എന്ന കൺക്ലൂഷനിൽ എത്തിച്ചേരുന്നു.